വളരെ ദുഃഖകരമായ വീഡിയോ ഒന്ന് കാണൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ചിലപ്പം കീമോ ഒക്കെ എടുക്കുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ മുടിയൊക്കെ കൊഴിഞ്ഞ് വരുവാണെങ്കിൽ നിങ്ങളോടത് പറയേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒന്നിനും നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കരുത്. ഞാൻ വേറൊന്നും. എല്ലാവർക്കും നമസ്കാരം. അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇനിയാണ് എനിക്ക് എന്തായാലും വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ചെയ്യും. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന് മുന്നേ ഞാൻ തോന്നുന്നത് നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ ചാനൽ കൂടെ ഒരു ചെറിയൊരു ലെങ്തി വീഡിയോ എങ്കിലും ഇട്ടിട്ടുള്ളത്, വ്ളോഗായിട്ട്. അപ്പം ഞാൻ വന്നത്, നിങ്ങൾ ഇപ്പം ഇന്നലെ തന്നെ ഒരു ചാനലിലൂടെ, മെയിൻ സ്ട്രീം വൺ ചാനലിലൂടെ എൻ്റെ ഇൻ്റർവ്യൂ കണ്ടു കാണും. സോ അതിലൂടെ നിങ്ങൾക്ക് എൻ്റെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് അറിയിച്ചു. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ ചാനലിൽ കൂടെ അതിൻ്റെ കണ്ടിന്യൂറ്റി ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് ഞാൻ വന്നത്. അപ്പം എൻ്റെ കൂടെ ചേച്ചി ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ വരുന്ന ചേച്ചിയാണ്. ചേച്ചി ഒരു എടുത്തിട്ട് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരുന്നതൊക്കെ ചേച്ചിയാണ്. അപ്പം ഞങ്ങൾക്ക് നാളെ തന്നെ കീമോ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ്. അതിന് മുന്നേ എൻ്റെ ചാനലിൽ കൂടെ ഞാൻ എൻ്റെ കുറച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ ജസ്റ്റ് കാണിക്കാമെന്ന് വെച്ച്. കാരണം ഇതിൻ്റെ അടിയിലും കമൻസുകൾ വരും, അവൾ കള്ളം പറയുന്നതൊക്കെ. നമ്മൾ കള്ളം പറയേണ്ട കാര്യമില്ല. ഇതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലെ സ്കാനിങ്ങിൻ്റെ ആണ്. അത് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഓക്കെ, സ്കാനിങ് റിപ്പോർട്ട്. അതുപോലെ എൻ്റെ ഇതൊക്കെ മാമോഗ്രാം ഉണ്ട്. മാമോഗ്രാം വിത്ത് MRIയുടെ റിസൾട്ടും കാര്യങ്ങളുമാണ്. അതുപോലെ ഇതിനകത്ത് പിന്നെ ഉള്ളത് പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടുണ്ട്. പെറ്റ് സ്കാൻ്റെ ഇതാണ്. ഇതൊക്കെ നിങ്ങളെ കാണിക്കും. പെറ്റ് സ്കാൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ക്യാൻസർ വന്ന പേഷ്യൻസിനോ ഓരോ ബന്ധുക്കൾക്കോ അറിയാം. പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ചേച്ചി നേഴ്സല്ലേ, എന്താ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ എവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാനുള്ള ചികിത്സയാണ്. ഒരു സ്കാനിങ് ആണ്. എന്തായാലും ഇങ്ങനെ എന്നെ പോലെ എൻ്റെ ശരീരത്തിൽ ബ്രസ്റ്റിലാണ് ആദ്യം ക്യാൻസർ സ്ഥിരീകരിച്ചത്. ഞാൻ നിങ്ങളോട് ചാനലിൽ കൂടെ പറഞ്ഞായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ. ചേച്ചി എങ്ങനെ അറിഞ്ഞെന്നും, കരീഷ്മ പറഞ്ഞിട്ടാണ് ചേച്ചി അറിഞ്ഞെന്നൊക്കെ ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് കുറേ വർഷം മുന്നേ മുഴ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനിയിപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് നിങ്ങളോട് വേറൊന്നും പറയാൻ വന്നല്ല, നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും വേണം. എനിക്ക് മുന്നോട്ട് ജീവിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നെ ഒരുപാട് പേര്, എൻ്റെ കൂട്ടുകാരാണെങ്കിലും എൻ്റെ കരീഷ്മയാണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ചേച്ചിയാണെങ്കിലും എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ പേര് ഞാൻ പറയുന്നത്, ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും മുന്നോട്ട് വരും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ അത് ലിംബ് നോഡുകളിലൊക്കെ ഇച്ചിരി അല്ലേ പടർന്ന് നമ്മുടെ കക്ഷത്തിലോട്ടും അതുപോലെ ഹാർട്ടിന്റെ മസിലിലോട്ടും അതുപോലെ ലങ്സിലോട്ടും ചെറുതായിട്ട് ഒന്ന് സ്പോട്ടായിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പം നിങ്ങളോർക്കും ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കും. സത്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിലെ വേദന ഞാൻ സത്യം പറയട്ടെ. ഞാനത് കരഞ്ഞ കേട്ടില്ലേ? ഈ ഒരു അവസ്ഥ ആർക്ക് എപ്പോൾ വേണേലും വരാം. ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ബിഗ് ബോസ് താരം ഈ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ആ കുട്ടിയുടെ മനസ്സിൻ്റെ വിഷമമായി പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് ഈ കുട്ടി നമ്മുടെ രേണുവിനെ കുറിച്ച് വളരെ നല്ല വീഡിയോകളാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ അതിന് വടിയിലൊക്കെ വന്ന് ഒരുപാട് തെറി നമ്മളെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ ക്യാൻസറാണെന്ന് വേറൊരു ചാനലിലിട്ട് ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആൾക്കാർ വന്ന് കമൻറ്റ് ഇട്ടിരുന്നു, അവൾ ചാവണം, അവൾക്ക് ഈ അസുഖം വന്നാൽ പോരാ, അവരെ കുന്തളിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ കമൻറ്റ് ഇടുമ്പോൾ നമുക്ക് സങ്കടം തോന്നുക. നമുക്കിപ്പോൾ ഒരു ആദ്യം തന്നെ നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ മതി. ഈ രോഗം, ഇങ്ങനൊരു രോഗം വന്ന് അവർക്ക് ചികിത്സിക്കാനായിട്ട്, അവർക്ക് ആരുമില്ല തോന്നാം, അവർക്ക് ചികിത്സിക്കാനായിട്ട് 10 രൂപ കിട്ടണമെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോപ്പറേറ്റീവിലും കാണിക്കണം. അതിന് വേണ്ടിയിട്ട് അവരത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ യൂട്യൂബർമാർ തന്നെ എത്ര ആൾക്കാർ ഈ രേണുവിന് കിട്ടിയതിനേക്കാൾ ലക്ഷക്കണക്കിന് രൂപ രേണുവിനെ ട്രോളിയിട്ടും രേണുവിനെ കുറ്റം പറഞ്ഞിട്ടും രേണുവിനെ തേച്ചൊട്ടിച്ചിട്ടും ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയണുള്ളൂ, നിങ്ങളങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തതിന് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടി, നിങ്ങളൊരു ഉപകാരം ചെയ്യുക. ഇപ്പോൾ രേണുവിന് അസുഖമാണല്ലോ, ഒരുപാട് പൈസ ചിലവുള്ള ഒരു രോഗമാണ്. ഇനി മരിക്കുകയാണോ ജീവിക്കുകയാണോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഒരു നൂൽപ്പാലത്തൂടെ കടന്നു പോകണം ആ പെൺകുട്ടി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ബിഗ് ബോസ് താരത്തിനെ ട്രോളിയിട്ടും അതിനെപ്പറ്റി വളരെ മോശമായി വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചു. അതിൽ നിന്ന് നിങ്ങൾ കുറച്ച് കാശ് ഈ കുട്ടിക്ക് സഹായം ചെയ്യുക.
അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും, നിങ്ങൾക്ക് നല്ലത് വരും. നിങ്ങൾ ചെയ്തതിന്, ഈ കുട്ടീനെ ഇതുപോലെ ദ്രോഹിച്ചതിന് ഒരു പ്രായച്ചിത്തം അങ്ങനെ നിങ്ങൾ കാശ് കൊണ്ട് കൊടുക്കണം. നിങ്ങൾ അതിലിപ്പോൾ 2-3 വീഡിയോക്കാരെ വേണമെങ്കിൽ ഞാൻ പറയാം. എന്നിരുന്നാലും അവരോട് വിഷമം ഉണ്ടായിട്ടല്ല ഞാൻ പറയണത്, അവരാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്ത് നോക്കണം. പിന്നെ കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്ന് നമ്മുടെ അതുൽ വീഡിയോ, അതുൽ വ്ളോഗാണ് അതുപോലെ തന്നെ ജനു, അതുപോലെ ഒരു താത്ത, ഇവരൊക്കെ ഒരുപാട് ഈ പെൺകുട്ടീനെ ഒരുപാട്, ഇനി ഇതിലും മേലെ ഒരാളെ ദ്രോഹിക്കാനില്ല, അതേപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യുക, കുറേശ്ശെ കാശ് എടുത്തിട്ട് നിങ്ങൾ അതിന് ഈ കുട്ടിക്ക് സംഭാവന ചെയ്യുക. ഇനി ഈ കുട്ടീനെ കുറച്ച് വൃത്തികെട്ട രീതിയിൽ വീഡിയോ ചെയ്യാണ്ടിരിക്കുക. അതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക പെൺകുട്ടി. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു ചെറിയ കൊച്ചു കുട്ടിയാണ്, സ്വന്തം ഇവൾക്ക് നമ്മുടെ രേണുവിനുണ്ടായതല്ലെങ്കിലും ഒരു മകനുണ്ട്, ആ മകനെ പോലും ഇവരിൽ നിന്ന് തെറ്റിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങളൊരു പ്രായച്ചിത്തമായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും 10 രൂപയെങ്കിൽ 10 രൂപ, അല്ലെങ്കിൽ 1000 രൂപയെങ്കിൽ 1000 രൂപ, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയെങ്കിൽ 1 ലക്ഷം രൂപ, അത് ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചികിത്സയ്ക്ക് ഉപകരിക്കും. നിങ്ങളാണല്ലോ ആ കുട്ടീനെ ഇത്രയും ബിഗ് ബോസിൽ പോയിട്ടും ബിഗ് ബോസിൽ നിന്ന് വന്നിട്ടും ബിഗ് ബോസിന് പോണതിലും മുമ്പും നിങ്ങളാണല്ലോ അവരൊക്കെ സ്റ്റാറാക്കിയത്. നമ്മളൊന്നും അങ്ങനെ വീഡിയോ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ജീവമരണ പോരാട്ടമായി കണ്ട് ഇതിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കുട്ടീനെ കുറിച്ച് മോശമായ വീഡിയോ ചെയ്തവരെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി സഹായിക്കുക, ആ ഒരു ധനശേഖരാർത്ഥം ചെയ്യുക. അതാണ് നമ്മളിനി ചെയ്യേണ്ട ഏറ്റവും വലിയ പുണ്യകർമ്മം. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് ഗുണം കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വരാണെങ്കിൽ അതൊക്കെ മാറിപ്പോകും. ഇത്രയും എനിക്കതിനെ പറ്റി പറയാനുള്ളൂ. നന്ദി.